ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ കല്യാണിയും മേഘനയും കൂടെ അമ്മയോടും അനിയത്തിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങളെപ്പോലൊരു അമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. കുഞ്ഞുനാളിലെ പെൺമക്കളെ തള്ളിക്കളഞ്ഞ അച്ഛൻ. അത് പിന്നെ അച്ഛനാണെന്ന് വയ്ക്കാം. എന്നാലും നിങ്ങൾ മേഘനയെ നൊന്ത് പ്രസവിച്ചവരല്ലേ. എന്നിട്ടും എന്തിനാ ഇങ്ങനെ ഒരു കാര്യം മേഘനയോട് ചെയ്യുന്നത്? ഏതൊരു അമ്മമാരും, അതും നൊന്ത് പ്രസവിച്ച അമ്മമാരാണെങ്കിൽ മക്കൾക്കൊരു പ്രശ്നം വന്നാൽ അവർക്കൊരു വിഷമം ഉണ്ടായാൽ കൂടെ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. മേഘന എന്താ ഇതിനേക്കാളും വലിയ തെറ്റാണോ ചെയ്തത്? ഈ ലോകത്ത് ആരും ചെയ്യാത്ത തെറ്റാണോ ചെയ്തത്? ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് അത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവകാശമാണ്. അതിനെ ആർക്കും തടയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കി കല്യാണം കഴിച്ച് കൊടുത്താലും മേഘനയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് എന്തോ ഉറപ്പ്? അതൊക്കെ കേട്ടതും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവളൊരാളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരന്തസ്സും ഇല്ലാത്ത ഒരുത്തിനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിഷമമായത്. കാരണം ഞങ്ങളോടൊപ്പം ചേരാത്ത ഒരുത്തനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് മൊത്തം നാണക്കേടുണ്ടാക്കി. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഇവളെ രണ്ട് കൈ നീട്ടി അകത്ത് കയറ്റിയിരുത്തി പൂവിട്ട് പൂജിക്കണമായിരുന്നു. അത് കേട്ടത് കല്യാണി പൂവിട്ട് പൂജിക്കുമെന്നും വേണ്ട, പണം ഇല്ലയെന്ന് കരുതി എന്താ? ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ മതി ജീവിക്കാൻ, അല്ലാതെ പണം കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാവുമെന്നൊന്നും കരുതണ്ട. അത് കേട്ടതും ഞങ്ങൾക്ക് പണം തന്നെയാണ് വലുത്. ഞങ്ങളുടെ മോള് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു പണമുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. അല്ലാതെ ഒന്നുമില്ലാത്തവനോടൊപ്പം പോയിട്ട് ഇപ്പം കണ്ടില്ലേ ഗതി പിടിക്കാതെ നടക്കുന്നത്. അത് കേട്ടതും പണം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഒരിക്കലുമില്ല. പണം ഇല്ലെങ്കിലും സന്തോഷമുള്ള ജീവിതമൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ മേഘനയുടെ അമ്മയാണ്, എന്നിട്ടും മേഘനയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക. അത് കേട്ടതും മേഘനയുടെ അനിയത്തി, ആര് പറഞ്ഞു ഇത് ഇവളുടെ അമ്മയാണെന്ന്? ഒരിക്കലുമല്ല. ഇവളുടെ അമ്മ കുഞ്ഞുനാളിലെ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ അച്ഛനും ഇവളുടെ അച്ഛനും, അതായത് അച്ഛനൊന്നാ, എന്നായാലും അമ്മ രണ്ട് തന്നെയാണ്. കാരണം ഇവളുടെ അമ്മ മരിച്ചു പോയതിന് ശേഷം എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് എൻ്റെ അമ്മയെ. അങ്ങനെയുള്ളപ്പോൾ ഇവളുടെ അമ്മയാവുന്നത് എങ്ങനെയാണ്? ഇത് കേട്ടതും കല്യാണി ഞെട്ടി. അതെ, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രസവിച്ച അമ്മയല്ല, അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ പറയുന്നത്. സ്വന്തം അമ്മയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല എന്ന് കല്യാണിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഈ സമയം ഇപ്പോൾ വല്ലതും പറയാനുണ്ടോ? ഞാൻ രണ്ടാനമ്മയാണെങ്കിലും പൊന്നുപോലെ ഇവളെ നോക്കിയത്. എന്നിട്ടും ഇവള് ഞങ്ങളോട് കാണിച്ചത് എന്താണെന്നറിയാമോ? ഒരിക്കലും ഞാൻ രണ്ടാനമ്മയാണെന്നുള്ളൊരു ചിന്ത പോലും ഇവളുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് സ്നേഹം ഞാൻ ഇവൾക്ക് കൊടുത്തു. എന്നിട്ടും ഞങ്ങളുടെയൊക്കെ മുഖത്ത് ചാണകം വാരി എറിയുന്ന പോലെ എറിഞ്ഞിട്ടാണ് ഇവള് പോയത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവളെ സ്നേഹിക്കണമായിരുന്നോ? രണ്ട് കൈ നീട്ടി സ്വീകരിക്കണമായിരുന്നോ? എന്നാ കേട്ടോ, ഇനി ഒരിക്കലും അതിന് സാധിക്കില്ല. ഇവള് എന്നേ മരിച്ചു. എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ പോവുക. ആ കല്യാണത്തിന് പോലും ഇവള് വന്നു പോകരുത്. ആ പരിസരത്തെങ്ങാനും ഇവള് വന്നാൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിയും വിളിച്ചുകൊണ്ട് അമ്മ അങ്ങ് പോയി കഴിഞ്ഞതും മേഘന ഭയങ്കര കരച്ചിൽ. എന്താ മേഘന ഇത്? അത് മേഘനയുടെ രണ്ടാനമ്മയാണോ? അത് ചേച്ചി, എൻ്റെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു പോയതാ. അതിനുശേഷം തുടങ്ങിയതാ എനിക്ക് ഈ കഷ്ടകാലം. എന്ത് ചെയ്യണമെന്നറിയില്ല. സ്വന്തം അമ്മയില്ല, അച്ഛനുണ്ട്. അച്ഛന് രണ്ടാനമ്മയുടെയും മകളുടെയും വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർ പറയുന്നതേ കേൾക്കൂ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി ചേച്ചി. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്നിട്ടെന്താ ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറയാതിരുന്നത്? ഇത്രയും വിഷമത്തിനിടയ്ക്ക് ഇനി എന്തിനാ വേറെ വിഷമവും കൂടി എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ ചേച്ചി. അങ്ങനെയൊന്നും കരുതണ്ട. മേഘന ഒറ്റപ്പെട്ടു പോയിട്ടൊന്നുമില്ല. മേഘനയുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്നും എപ്പോഴും. മേഘനയെ ചേർത്ത് പിടിക്കാൻ ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഈ തള്ളിക്കളഞ്ഞിട്ട് പോയവർക്ക് വേണ്ടി കരയുന്നത്? കരയാൻ പാടില്ല. അവളുടെ കല്യാണം നടക്കാൻ പോകുന്നല്ലേ കേട്ടത്. നന്നായിട്ട് പ്രാർത്ഥിക്കാം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ. അല്ലാതെ ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേഘനെ ആരും നശിച്ചു പോകരുതെന്ന് ആരും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നമുക്ക് തന്നെ തിരിച്ചു വിനയായിട്ട് വരും. അതുകൊണ്ട് അവർ നന്നായിക്കോട്ടെ, നമുക്ക് പോകാം വാ എന്നും പറഞ്ഞു മേഘനയും കൂട്ടി അങ്ങ് പോവുകയാണ് കല്യാണി മേഘനയും പോയി കഴിഞ്ഞത് പിന്നീട് കാണിക്കുന്നത് മേഘനയുടെ അനിയത്തിയെയും അമ്മയുമാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും അവളിങ്ങോട്ട് കയറി വരുമെന്ന് എൻ്റെ പേടി. മോള അങ്ങനെയൊന്നും പേടിക്കണ്ട. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പേടി. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെ കൊഞ്ചിക്കാനുള്ളൊരാഗ്രഹം മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഉണ്ടാവുമല്ലോ. അവളെൻ്റെ സ്വന്തം മോളല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. എനിക്ക് കൊഞ്ചിക്കേണ്ടത് എൻ്റെ മോളുടെ കുഞ്ഞിനെയാണ്. പിന്നെ മോളുടെ അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ഒരു പേടിയുണ്ട്. കാരണം അയാളുടെ സ്വന്തം മോളാണല്ലോ. അതുകൊണ്ട്
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടിയുന്ന എൻ്റെ മോളുടെ കല്യാണം നടത്തിയിട്ട് സ്വത്തുക്കളും മുഴുവനും എൻ്റെ മോളുടെ ഭർത്താവിൻ്റെയും പേരിൽ എഴുതി വെക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം. അത് നടക്കും അമ്മേ. ഇപ്പം കാണാൻ വരുന്ന പയ്യനെ നല്ല പയ്യനാ, നല്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതുമാത്രമല്ല ഇവിടെയല്ല, കൊറിയയിലും ജപ്പാനിലും അമേരിക്കയിലും ഒക്കെ ബിസിനസ്സുള്ള കൂട്ടത്തിലാണ്. അപ്പം പിന്നെ സ്വത്തൊന്നും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോഹൻ എന്നാണല്ലോ പേര്, അതുകൊണ്ട് ക്രിസ്ത്യാനിയായിരുന്നു അല്ലേ മോളെ? ക്രിസ്ത്യാനിയാണ്. അത് മാത്രമല്ല ജാതി മതമൊന്നും നോക്കണത് പുള്ളിക്ക് ഇഷ്ടമല്ല. ആണോ? അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏത് ജാതിയാണെങ്കിലും പയ്യൻ നന്നായിരുന്നാൽ മതി. പണം ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ പണം പിന്നെ നമ്മുടെ സ്വത്തും കൂടെ ആവുമ്പോൾ എൻ്റെ മോൾക്ക് പിന്നെ ജീവിതകാലത്തിലേക്ക് ഒന്നും കരുതി വയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അതെ, നമ്മുടെ മേഘനയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ വരുന്ന ആരാണെന്നല്ലേ? വേറെ ആരുമല്ല, കൊറിയ എവിടെയാണെന്ന് പോലും അറിയാത്ത നമ്മുടെ മനോഹർ തന്നെയാണ് കേട്ടോ. ഈ സമയം കോളിംഗ് ബെൽ അടിക്കുകയാണ്. കോളിംഗ് ബെൽ അടിച്ചതും തുറക്കാനായിട്ട് മേഘനയുടെ അനിയത്തിയും അമ്മയും കൂടെ പോവുക. പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ്. ഷാരി അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും സരയും അങ്ങോട്ടൊന്നു, അമ്മ എന്താ കാലത്ത് തന്നെ ദോശ ഉണ്ടാക്കുവാണോ? അതെ മോളെ, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാമെന്ന് കരുതി. നന്നായി, ഞാൻ ഈ ദോശ കഴിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് കുറച്ച് ദിവസമായി. അമ്മയോട് പറയാമെന്നും കരുതി ഇരിക്കുമായിരുന്നു. പക്ഷെ എങ്ങനെ പറയാനാ, 2-3 ദിവസമായിട്ട് അമ്മ ഇവിടെയൊന്നും അല്ലായിരുന്നു. എങ്ങനെയോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, അത് വേറൊന്നും അല്ല മോളെ, അത് മോളുടെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാ. എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിൻ്റെ അസുഖം മാറണമെങ്കിൽ ഇനിയിപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ടാ. പണ്ടത്തെ പോലെ അങ്ങേര് നമ്മളോട് മിണ്ടുന്നൊന്നുമില്ലല്ലോ. ഒരു സങ്കടം മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമേ. മനുവേട്ടൻ പറഞ്ഞല്ലോ നല്ലൊരു ഡോക്ടറെ കാണാമെന്ന്. പക്ഷെ എന്നാലും ആൻറ്റി നമ്മളിങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ അമ്മേ. ഞാൻ കരുതിയത് ആൻറ്റി ആ ചന്ദ്രസേനനെയും മക്കളെ സ്നേഹിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് അച്ഛന് കൊടുത്ത വാക്ക് പ്രകാരം. എന്നാൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിച്ചല്ലേ അമ്മേ പറ്റും. അതേ മോളെ, അമ്മ എന്താ ആ വോയിസ് റെക്കോർഡർ എടുത്തുകൊണ്ട് വരാതിരുന്നത്? മോളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര മറവിയാണ്. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡർ അമ്മ എവിടെ വെച്ചു എന്ന് പോലും ഓർക്കുന്നില്ല. എന്തായാലും അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം അമ്മേ. അതെങ്ങാനും അവരുടെ കൈ കിട്ടിയാൽ അത് നമുക്ക് പ്രശ്നമാവും. അത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻറ്റിയുടെ കള്ളത്തരം അച്ഛൻ്റെ മുൻപിൽ തുറന്നു കാണിക്കുക ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അച്ഛൻ്റെ അസുഖം ഭേദമാവുമെന്ന് എനിക്ക് തോന്നുന്നേ. അത് കേട്ടതും ഇനി അങ്ങേരുടെ അസുഖമൊന്നും ഭേദമാകാൻ പോകുന്നില്ല മോളെ. എന്തൊക്കെ ചെയ്തിട്ടും ഒരു പിടിയില്ല. പെങ്ങളെ മാത്രം സ്നേഹിച്ച് പെങ്ങളുടെ സ്വത്ത് മാത്രം മോഹിച്ച് നടന്ന അങ്ങേർക്ക് ശരിക്കും വട്ടായി എന്നാണ് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക. അല്ലമ്മേ, അമ്മ ഇത് ദോശ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ എപ്പോൾ കഴിച്ചു തീർക്കാനാ? എന്നാലേ ഞാൻ മനുവേട്ടനെയും കൂടെ വിളിക്കാം. മനുവേട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു തീർക്കാൻ പറ്റുമല്ലോ. എന്നാൽ വിളിക്കും മോളെ. അല്ല, മനുവേട്ടൻ എവിടെ? മനുമോൻ എവിടെയെന്ന് എനിക്കറിയില്ല, നിന്നോട് പറഞ്ഞില്ലേ? ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ നിൽക്കുക. ഈ സമയം മേഘനയുടെ വീട്ടിൽ മനോഹർ ഇരുന്ന് ചായ കുടിക്കുക. എന്തായാലും എൻ്റെ ബിസിനസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര തലയ്ക്ക് പിടിച്ച കേസാണ്. കൊറിയയിലും ജപ്പാനിലും അമേരിക്കയിലും എന്തിന് സ്വിറ്റ്സർലാൻഡിൽ വരെ ബിസിനസ് അല്ലേ? പിന്നെ നാട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ ബിസിനസ്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ കാട്ടുപന്നി ശല്യം കാരണം കൊണ്ട് അതൊക്കെ പാട്ടത്തിന് വിട്ടിരിക്കുക. അങ്ങനെ പലയിടങ്ങളും. പിന്നെ കണ്ണൂരായിരുന്നു വീട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു. പിന്നെ എങ്ങനെ എനിക്ക് അമേരിക്കയിലൊക്കെ ബിസിനസ് ആയതുകൊണ്ട് നാട്ടിലേക്കൊന്നും അത്ര വരുന്നൊന്നുമില്ല. അതുമാത്രമല്ല, അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ എനിക്കിഷ്ടം നാട്ടിലെ ഇതുപോലെ സുന്ദരികളായ പെൺകുട്ടികളെയാണ്. നമ്മുടെ നാട്ടിലെ സുന്ദരി പെൺകുട്ടികളുടെ ഭംഗി അമേരിക്കയിലെ പെണ്ണുങ്ങൾക്കുണ്ടോ? അപ്പോൾ അവിടെ മേഘനയുടെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമായി. അത് ശരിയാ മോനെ, മോൻ പറഞ്ഞത്. എന്തായാലും മോനെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. മോനെ കല്യാണം കഴിക്കാൻ എൻ്റെ മോൾക്ക് സമ്മതമാണോ എന്നും കൂടെ ഒന്ന് ചോദിച്ചേരെ. അത് കേട്ടതും മേഘനയുടെ അനിയത്തി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മനോഹർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്ക് അച്ഛനെയും അമ്മയെയും പെൺകുട്ടിയെയും ഈ വീടും പരിസരവും ഒക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല, ഞങ്ങളങ്ങ് മാറി തന്നേക്കാം എന്നും പറഞ്ഞ് മേഘനയുടെ അമ്മയും അച്ഛനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പം മനോഹർ നാണത്തോടെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുക.
അതെ ഞാൻ ഈ ഇതിലൊക്കെ മാട്രിമോണിയിലൊക്കെ കൊടുത്തായിരുന്നു. എനിക്ക് നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. സുന്ദരിയാ, ഒരുപാട് സുന്ദരി. ഇതുപോലുള്ള പെൺകുട്ടിയെ ഞാൻ അമേരിക്കയിൽ പോലും കണ്ടിട്ടില്ല. അത് കേട്ടതും അവൾ അവിടെ വീണു. അപ്പോൾ എന്നാ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. കുട്ടി ഇതുവരെ തുറന്നു പറഞ്ഞില്ല. അല്ല, ഞാൻ ഫോണിലാണല്ലോ സംസാരിച്ചിട്ടുള്ളത്. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അത് പിന്നെ ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റോഹൻ ചേട്ടനെ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം മനോഹർ അതിലിരുന്നൊരു കേക്ക് എടുത്ത് കഴിക്കുക. അതേ, മധുരം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയോടുള്ള ഇഷ്ടം ഉറപ്പായിട്ടും സമ്മതമായിട്ട് മൂളി എന്നാണ് അർത്ഥം. ഞാൻ ഈ മധുരം കഴിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ്. അടുത്ത സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു വലയിൽ മീൻ കുടുങ്ങിക്കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് സരയുൻ്റെ അടുത്ത് നിന്നും എസ്കേപ്പ് ആകണം എന്നും ആലോചിച്ചുകൊണ്ടാണ് മനോഹർ നിൽക്കുന്നത്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുനെ ശാരിയുമാണ്. സരയുവിന് ശാരി ദോശ വാരി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെന്താ അമ്മേ, കൊച്ചുകുട്ടികളെ പോലെ അമ്മ എനിക്ക് വാരിത്തരുന്നേ? നീ എൻ്റെ കൊച്ചുകുട്ടി തന്നെയല്ലേ മോളെ, നീ എൻ്റെ പൊന്നു മോളാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിനക്കല്ലാതെ വേറെ ആർക്ക് വാരിത്തരാനാ? ആണായിട്ടും പെണ്ണായിട്ടും അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അത് കേട്ടതും അതൊക്കെ ശരിയാ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈയിടെയായിട്ട് അത് കൂടിയോ എന്നൊരു സംശയം എനിക്ക് തോന്നുക. അത് കൂടിയതൊന്നും അല്ല, ഈ സ്നേഹം ഇങ്ങനെ തന്നെയാണ്. പിന്നെ മോളുടെ പ്രസവം അടുക്കും തോറും അമ്മയുടെ ഇഷ്ടം കൂടി വരും. അതങ്ങനെയാണ്. മക്കൾ പ്രസവത്തിനായിട്ട് ലേബർ റൂമിൽ കയറുമ്പോൾ അമ്മമാരുടെ നെഞ്ചിലായിരിക്കും തീ. മക്കളെക്കാളും ഭർത്താവിനേക്കാളും പേടി അമ്മമാർക്കായിരിക്കും. അത് മോക്കറിയോ? മക്കൾ പ്രസവശേഷം പുറത്തേക്ക് വരുന്നത് വരെ അമ്മമാരുടെ പേടി അതാർക്കും മനസ്സിലാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് സരയുവിന് വാരി കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഡോക്ടറെ കാണാൻ പോകണം. എന്തിനാ അമ്മേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? അത് പിന്നെ 2-3 ദിവസമായി മോളെ, ഈ തോളിൻ്റെ പുറം ഭാഗത്തൊരു വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ കാണാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ സ്കാനിങ് ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുമേ. റിസൾട്ട് വന്നാൽ ഉടനെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാമെന്ന് കരുതിയിട്ട്. എന്നിട്ട് അമ്മ എന്തോന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഇതിനിടയിൽ മോളെ ഇതും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മോളെ അമ്മ പറയാതിരുന്നേ. സാരമില്ലമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല, ഈ ടെസ്റ്റൊക്കെ ചെയ്ത റിസൾട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കിട്ടേണ്ടതാണല്ലോ. പിന്നെ എന്താ അമ്മ ഇത് നാളത്തേക്ക് മാറ്റി വെച്ചേ? അത് പിന്നെ ഞാൻ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടാ. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരുമിച്ച് ഡോക്ടർ പറഞ്ഞാൽ മതിയല്ലോ. അത് ശരിയാ, അമ്മ പേടിക്കൊന്നും വേണ്ട, ഒന്നും വരില്ലമ്മേ. വയസ്സായില്ലേ മോളെ, ഇനി എല്ലാം അങ്ങോട്ട് വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വഴിമാറിപ്പോയല്ലേ പറ്റൂ. വഴിമാറിപ്പോവാനോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അല്ല, അപ്പുറത്തുള്ളവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് അസുഖമാണെന്നൊക്കെ അറിഞ്ഞാൽ ഇങ്ങനെ കളിയാക്കാനൊക്കെ വരും. അങ്ങനെ അവർ വരുമ്പോഴും റൂട്ട് മാറ്റി പിടിച്ചല്ലേ പറ്റൂ. എന്താ അമ്മ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും മനസ്സിലാവണ്ട, മോളിത് കഴിക്കും എന്നും പറഞ്ഞ് ശാരി വാരി കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം എലിസബത്തിനെയാണ് കാണിക്കുന്നത്. എലിസബത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിരൺ വരിക. കിരണിനെ കണ്ടതും എലിസബത്ത് അവിടെ നിർത്തി വണ്ടി നിർത്തിയതും കിരണും കാറിൽ നിന്നും ഇറങ്ങി. ഞാൻ സാറിനെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. എന്താ മാഡം? അത് എൻ്റെ വീടിൻ്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ടേ, അതൊക്കെ ഒന്ന് തീർത്ത് തരണം. പിന്നെ കല്യാണി ഇപ്പോൾ തിരക്കിലാണല്ലോ, ഇൻറ്റീരിയർ വർക്കും ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കല്യാണി ഏൽപ്പിക്കണം. മാഡം പറഞ്ഞാൽ മതി, എപ്പോൾ വേണമെങ്കിലും ഞാൻ വന്ന് ചെയ്തു തരാം. പിന്നെ കല്യാണിയും വരും. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഞങ്ങളുടെ ആൾക്കാർ വന്നും അവിടെ മാഡത്തിന് ഹെൽപ്പ് ചെയ്യും. അത് കേട്ടതും താങ്ക് യു സാർ, എന്തായാലും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെയല്ലേ മാഡം ഒരു സഹായം? അതുമല്ല, എന്തായാലും മാഡത്തിനെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ വീട് നന്നാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്? എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്ന മാഡത്തിനെയൊക്കെ ഞങ്ങൾ മുന്നിൽ നിന്ന് കാണണ്ടേ? അതൊക്കെ കേട്ടതും നന്ദിയുണ്ട് സാർ, ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഓരോരുത്തർ പറയുന്നത്. കാരണം ഡോക്ടർമാരെന്ന് വെച്ചാൽ ആർക്കും ഒരു മര്യാദയില്ല, ബഹുമാനമില്ല. ചികിത്സയൊന്നും അറിയാതെ തെറ്റിപ്പോയാൽ അതിന് ഡോക്ടർമാരെ കൊല്ലുന്ന ആൾക്കാർ വരെയുണ്ട്. സാരമില്ല മാഡം, അതൊക്കെ മനുഷ്യരുടെ ഓരോരോ ഇതല്ലേ മാഡം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. മാഡത്തിൻ്റെ ആ പഴയ വീട് തന്നെയല്ലേ? അതെ, അതൊന്ന് പുതുക്കി പണിയണം, അത്രയേ ഉള്ളൂ. ശരി മാഡം, എന്നാൽ ഞങ്ങൾ വരാം. എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചേക്കാം സാർ. എന്നാൽ ശരി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറെ വണ്ടി നിർത്ത്. അപ്പോഴേക്കും എലിസബത്ത് ഡോക്ടറും കിരണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കും കാണുക. എന്തായാലും എന്നെയെല്ലാം ദൈവം കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും അവനുമായിട്ട് ഡീൽ ഉറപ്പിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുക. ഈ സമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എലിസബത്ത് എത്തിയതും സ്കൂട്ടിയിൽ നിന്ന് എലിസബത്ത് ഇറങ്ങി നേരെ അടുത്തേക്ക് ചെന്നു. എന്തായി കാര്യങ്ങളൊക്കെ? DNA ടെസ്റ്റിൽ
മകള് ആ അമ്മയുടെ മകളല്ല അല്ലേ? അത് കേട്ടതും അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതെ, അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നീ തന്ന മുടിനാരൊരു അറുത്തു മുറിച്ച് ഞാൻ നോക്കി. അത് അത് നിൻ്റെ കൂട്ടുകാരിയുടെ മകളല്ല. അത് കേട്ടതും എന്നും പറഞ്ഞ് ശാരി പൊട്ടിച്ചിരിക്കുക. അതെന്താ നീ അത് കേട്ടപ്പോൾ ചിരിക്കുന്നേ? അല്ലെങ്കിൽ നീ അങ്ങനെ പറയുള്ളെന്ന് എനിക്ക് അറിയാമായിരുന്നടി. എന്തായാലും നിനക്ക് ഇതല്ലാതെ വേറെ വാക്കുകളൊന്നും പറയാനുണ്ടാവില്ലായിരുന്നു. എന്തിനാടി പൈസ മേടിച്ച് ബാക്കിയുള്ളവരിങ്ങനെ ചതിക്കുന്നേ? എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല. എൻ്റെ കൂടെ പഠിച്ചവളാ നീ. ആ ഒരു വിശ്വാസത്തിലാണ് നിന്നെ ഞാനിത് ഏൽപ്പിച്ചത്. എന്നിട്ടും നീ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് അറിഞ്ഞില്ല. ഇതെൻ്റെ തൊഴിലാണ്. ഈ തൊഴിലിൽ ഒരിക്കലും ഞാൻ കൈക്കൂലി മേടിച്ചിട്ടില്ല. കൈക്കൂലി മേടിച്ച് ഞാൻ ആർക്കും വേണ്ടി പണിയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ബാധ്യതകൾ കൂടുമ്പോൾ എത്ര സത്യസന്ധന്മാരായാലും കൈനീട്ടിയൊന്ന് മേടിച്ചു പോകും. കൈനീട്ടി കാശ് മേടിച്ചിട്ട് ഈ DNA ടെസ്റ്റിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയാണോ നീ? ഒരിക്കലും അല്ല. ഞാൻ പറയുന്നത് സത്യം. എന്തൊക്കെയായാലും നീ എന്താണിപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. നീ തന്ന ആ മുടിനാരിഴകൾ വേറെ എവിടെ കൊണ്ട് പരിശോധിച്ചാലും നിനക്ക് ഞാൻ പറയുന്ന റിസൾട്ടേ കിട്ടൂ. എന്തൊക്കെയായാലും ഞാനൊരു ഡോക്ടറാ. എൻ്റെ ഡ്യൂട്ടി ഇതുവരെ ഞാൻ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറയുന്ന സത്യം. നീ ആ മുടിനാരിഴകൾ കൊണ്ടുപോയി ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പരിശോധിക്കുക. എവിടെ വേണമെങ്കിലും പരിശോധിച്ച് നിനക്ക് റിസൾട്ട് അത് അവരുടെ മകളാണെന്ന് തെളിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി രാജിവെക്കും എന്നും പറഞ്ഞാൽ ഡോക്ടർ സ്കൂട്ടി കയറി പോവുക. അത് കണ്ടതും ശാരി ആകെ ടെൻഷനായി. ഈശ്വര, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ അതെൻ്റെ മോളല്ലേ, സരിയു എൻ്റെ മകളല്ലേ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.